പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോയുമായിട്ട് വരാനുള്ള കാരണം, നമ്മൾ സ്ഥലം അളക്കാൻ വേണ്ടിയിട്ട് സർവേയർമാരെ വിളിക്കും. അങ്ങനെ സർവേയർമാരെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വിളിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ സ്ഥലം കംപ്ലീറ്റ് പൊന്ത വെട്ടി ക്ലിയർ ആക്കും. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോഴത്തെ പൊന്ത വെട്ടുന്ന അതിൻ്റെ എക്സ്പെൻസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ചിലവാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏക്കറ പൊന്ത വെട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 5,000 നമുക്ക് എക്സ്പെൻസ് വരും. അപ്പോൾ അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് ചില ആവശ്യങ്ങൾക്ക് അത് നമ്മളുടെ സർവേ ചെയ്യുന്നതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ പൊന്ത വെട്ടേണ്ടതുള്ളൂ. എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ അതിര് മൊത്തം അളന്നിട്ട് അത് എത്രയാണ് എന്ന് നിങ്ങൾക്ക് കിട്ടാനാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് എല്ലാ പ്ലോട്ടും കാലിയാക്കി പൊന്ത വെട്ടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ അതിര് മാത്രം ക്ലിയർ ആക്കിയാൽ മതി. അതിന് നല്ല വൃത്തിക്ക് വെട്ടണം. അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളുടെ കൂലിയാണ് ചിലപ്പോൾ ചിലവ് വരുള്ളൂ. അതേസമയം ഇപ്പോൾ അത് നിങ്ങൾ ആ പ്ലോട്ട് കംപ്ലീറ്റ് ഒന്നിച്ച് അളക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലോട്ട് ഇപ്പോൾ ഒരു ഏക്കറ നിങ്ങൾക്ക് അളക്കണം, അതിനുശേഷം ഒരു 5 or 6 കഷ്ണമാക്കിയിട്ട് അതിന് വെട്ടണം, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ് ഇടണം, അങ്ങനെ മൊത്തം ആ പ്ലോട്ടിനെ മൊത്തം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്ലോട്ട് കംപ്ലീറ്റ് വൃത്തിക്ക് നിങ്ങൾ വിട്ട് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അതുപോലെ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ള ഇപ്പോൾ സർവേ ചെയ്യുന്ന എക്യുപ്മെന്റ് ഏത് എക്യുപ്മെന്റാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സർവേയർ ടാപ്പ് കൊണ്ട് അളക്കുന്ന ഒരു സർവേയർ ആണെന്നുണ്ടെങ്കിൽ, ഒരു 10 സെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഏക്കർ ആണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആക്കണം. അതേസമയം നിങ്ങൾ ഡിജിറ്റൽ സർവേയർമാരെയാണ് വിളിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കണം, ഇങ്ങനെയാണ് ഞങ്ങൾ വെട്ടേണ്ടതെന്ന്, അതിര് മാത്രം വെട്ടിയാൽ മതിയോ അതോ ഫുള്ള് വെട്ടണോ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കണം. അപ്പോൾ അവർ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് ചോദിച്ചതിന് ശേഷം നിങ്ങളോട് കൃത്യമായിട്ട് പറയും ഫുള്ള് വെട്ടണം അല്ലെങ്കിൽ അതിര് മാത്രം വെട്ടിയാൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് കണ്ടില്ലേ, ഒരു കാര്യമായ പൊന്തൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ അവിടെ നിൽക്കുന്ന ആ ഒരു പ്ലോട്ട് കാണുമ്പോൾ അതിലും നമ്മളുടെ ഒരു മുട്ടിന് താഴേക്കുള്ള, അതിൽ ശരിക്കും പൊന്തുണ്ട്, പക്ഷേ അതിന് മുട്ടിന് താഴെ വരെയൊക്കെ ഉള്ളു പൊന്ത. അപ്പോൾ അങ്ങനത്തതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെട്ടേണ്ടി വരില്ല. അപ്പോൾ അവർ നിങ്ങൾ ചോദിക്കണം, സർവേയർമാരോട് ചോദിക്കണം, ഇങ്ങനെയാണ് പ്ലോട്ടിന്റെ അവസ്ഥ, അപ്പോൾ അത് വെട്ടണോ വേണ്ടേ എന്നുള്ളത്. കാരണം നമ്മളിത് വെട്ടി ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആദ്യത്തെ പോലെ തന്നെ വളർന്ന് വലുതായി വരും. അപ്പോൾ ഒരു വേസ്റ്റേജ് ആക്കണ്ട എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സർവേയർമാരോട് ചോദിച്ചതിന് ശേഷം മാത്രം സൈറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.